കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമേറിയ ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മുടെ പ്രഭാത ചിന്തയുമായി ഒരുമിച്ച് കർത്തൃപാദപടത്തിലായിരിക്കാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട ഈ മനോഹര ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് ദൈവിക ചിന്തകളുടെ ഒരു വലിയ കലവറ തന്നെ പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിലും നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശേഷാൽ നമ്മുടെ പ്രഭാത ചിന്തകളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് പ്രീ മില്ലേനിയത്തെക്കുറിച്ചാണ്. ഈ പ്രീ മില്ലേനിയം അഥവാ ഇവിടുത്തെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് നടക്കുന്ന സംഭവ വികാസങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം കേൾക്കുവാനിടയായി. നമുക്കറിയാം, 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയാ മണവാട്ടി ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷമാണ്. ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇവിടെ ഒരു ഹർമഗദോൻ യുദ്ധം അഥവാ ഒരു വലിയ വിശ്വയുദ്ധം ഇവിടെ നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുകയാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞ് അവരെ പരാജയത്തിൽ നിന്നും കരയേറ്റുവാൻ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സാക്ഷാൽ യേശുക്രിസ്തു ഇറങ്ങി വരികയാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോടു കൂടെ രണ്ടാമത്തെ വരവ് സംഭവിക്കുകയാണ്. അതിനെയാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അഥവാ മഹത്വ പ്രത്യക്ഷത എന്നും മേഘപ്രത്യക്ഷത എന്നും നമ്മൾ പറയും. എങ്കിലും മഹത്വ പ്രത്യക്ഷതയെ അതൊന്നാമത്തെ വരവായി പലരും പഠിപ്പിക്കുമ്പോൾ, എന്നാൽ യഥാർത്ഥത്തിൽ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് മേഘപ്രത്യക്ഷതയാണ്. ആ മേഘപ്രത്യക്ഷതയിൽ കർത്താവ് ഇറങ്ങി വരികയാണ്. അന്നേരമാണ് കർത്താവിൻ്റെ പാദം ഒലിവുമലയിൽ ചവിട്ടി ഒലിവുമല രണ്ടായി പിളരുന്നതും അവിടെ താഴ്വര ഉളവായി വരുന്നതും ആ സമയത്താണ്. എന്നാൽ അതിനുശേഷം ആ താഴ്വരയിൽ കർത്താവ് തൻ്റെ സിംഹാസനം വെക്കുകയാണ്. അതിനെയാണ് തേജസ്സിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. ആ തേജസ്സിൻ്റെ സിംഹാസനം കർത്താവ് വെച്ചു. അവിടെ ന്യായവിധി നടത്തിയതിന് ശേഷമാണ് സഭയും പരിവാരങ്ങളുമായി 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത്. 1000 ആണ്ട് ഭൂമിയിൽ വസിക്കുന്ന കാലയളവിൽ കഴിഞ്ഞ ചില എപ്പിസോഡുകൾക്ക് മുൻപ് ഞാൻ പ്രസ്താവിച്ച വിഷയം ഒന്നുകൂടെ ആവർത്തിക്കാം. കർത്താവ് തൻ്റെ ഭരണം ഏറ്റെടുക്കുകയാണ്. കർത്താവ് എന്തുകൊണ്ടാണ് ഈ യെരുശലേം തന്നെ തിരഞ്ഞെടുത്ത് യെരുശലേമിൽ രാജാവായി വാഴുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം യെരുശലേമിലാണ് യേശുക്രിസ്തുവിൻ്റെ ന്യായവിധി നടന്നത്. യേശുക്രിസ്തുവിനെ 5 മതക്കോടതികൾ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ട് ഈ നീതിമാനിൽ ഒരു കുറ്റവുമില്ല എന്ന് കണ്ടെത്തിയിട്ടും ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് വിളിച്ച് പരിഹസിച്ച് കർത്താവിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം അണിയിച്ച് യേശുക്രിസ്തുവിനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിധത്തിൽ ഒരു വികൃത രൂപിയാക്കി മാറ്റി. ആ ഇടത്ത് കർത്താവ് വരുന്നത് ഒരു വികൃത രൂപിയായിട്ടല്ല, മറിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, കാല് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച് വെള്ളയോട്ടിന് സദൃശ്യമുള്ളവനായി, അങ്ങനെയാണ് കർത്താവ് വരുന്നത്. എന്തിനാ കർത്താവ് യെരുശലേം തിരഞ്ഞെടുത്തത്? എവിടെയാണോ കർത്താവ് നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ കർത്താവ് അപമാനിക്കപ്പെട്ടത്, എവിടെയാണോ നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് തുപ്പലേൽക്കപ്പെട്ടത്, എവിടെയാണോ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തെ രോമമെല്ലാം നാണയത്തുട്ടുകൾ കൊണ്ട് പറിച്ചെടുത്തത്, ഏത് കൽത്തളത്തിലാണോ കർത്താവായ യേശുക്രിസ്തുവിനെ കുനിച്ചു നിർത്തി ചാട്ടവാറുകൊണ്ട് ഉഴവജാൽ പോലെ പുറമെല്ലാം കീറപ്പെട്ടത്, അതേ ഇടത്ത് കേവലം ഒരു രാജാവായിട്ടല്ല കർത്താവ് വരുന്നത്, മറിച്ച് കർത്താവ് രാജാതി രാജാവും കർത്താവുമായിട്ടാണ്. അങ്ങനെ 1000 ആണ്ട് വാഴ്ചയ്ക്കായി തൻ്റെ സഭയാ പരിവാരങ്ങളുമായി ഈ ഭൂമിയിലേക്ക് അഥവാ ഈ
യെരുശലേമിലേക്ക് വരികയാണ്. അതിനുശേഷം ദീർഘമായ 1000 സംവത്സരം നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തിൽ നീതിയും സമാധാനവും വിളയാടുന്ന ഒരു ഭരണ കാലഘട്ടമായിരിക്കും. അവിടെ അന്ന് വക്കീലുമാരുടെ യാതൊരുവിധമായ സംഭാവനകളും ഉണ്ടാകില്ല. ഒരു അനീതിയും അവിടെ നടക്കില്ല. എല്ലാം കർത്താവ് നീതിയോടെ മാത്രമേ ആ കാലഘട്ടത്തിൽ ന്യായം വിധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നീതിയുള്ള ഭരണം കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ടാണ് 1000 ആണ്ട് വാഴ്ചയ്ക്കായി കർത്താവ് കടന്നു വരുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാൽ ഉള്ള അടുത്ത ഒരു മില്ലേനിയം എന്ന് പറയുന്നത് മിഡ് മില്ലേനിയം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിനെ പോസ്റ്റ് മില്ലേനിയം എന്നും ചിലർ വിളിക്കുന്നുണ്ട്. അതായത് അവർ പഠിപ്പിക്കുന്നത് സുവിശേഷം ലോകത്ത് എങ്ങും വ്യാപിച്ച് കഴിയുമ്പോൾ കർത്താവ് വരും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ഒരു മില്ലേനിയം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുടെ പഠിപ്പിക്കലുകൾ സഭാ കാലഘട്ടം അഥവാ സഭായുഗത്തെയാണ് 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടം എന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എനിവേ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. ഒരിക്കൽ അവൻ പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷതയിൽ നമുക്കും കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം, സകല നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.